നമ്മുടെ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ആരംഭിക്കുന്ന ഈ ഹൈവേയിൽ 60 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ജനങ്ങളിൽ നിന്ന് പരമാവധി പണം പിരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഏതാണ്ട് 60 കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുക എന്നുള്ളൊരു നയം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നാഷണൽ ഹൈവേ 66-ൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇവിടെ ഒരു ടോൾ ഗേറ്റ് താൽക്കാലികമായി സ്ഥാപിക്കുന്നു എന്നുള്ള വ്യാജേന പെർമനൻ്റായി സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പെരിയയ്ക്കടുത്ത് ചാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പാടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോൾ ഗേറ്റ് വരേണ്ടത്. പിന്നെ അടുത്ത ടോൾ ഗേറ്റ് കണ്ണൂർ ജില്ലയിലാണ് വരേണ്ടുന്നത്. അപ്പോൾ തലപ്പാടിയിലൊരു ടോൾ ഗേറ്റ് ഉണ്ടാകുകയും അവിടുന്ന് കേവലം 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ദൈർഘ്യമുള്ള കുമ്പളയ്ക്കടുത്ത് ഈ പ്രദേശത്ത് ഒരു ടോൾ ഗേറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, അനധികൃതമാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു ടോൾ ഗേറ്റ് ഉണ്ടാകുമെന്ന് കളക്ട്രേറ്റിൽ ഏതാണ്ട് 26ഓളം യോഗങ്ങൾ വിളിച്ചിട്ട് ആ യോഗത്തിൽ മോർത്തിൻ്റെ ഭാരവാഹികളോ കളക്ടറോ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ടോൾ ഗേറ്റിൻ്റെ പണി ആരംഭിച്ചു. ഇന്നലെ DDC യോഗം കൂടി. ഒരു ജില്ലയിലെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്കെന്ന് പറയുന്ന DDC ആണ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അത് ഏകകണ്ഠമായി തീരുമാനമെടുത്തു. ഇവിടെ ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ പാടില്ല, അനുവദിക്കില്ല എന്ന തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ശ്രീ വെങ്കട്ടരാമനെ ഫോണിൽ വിളിച്ച് ഈ മഞ്ചേശ്വരം അസംബ്ലിയിലെ MLA അടക്കം ജനപ്രതിനിധികൾ മുഴുവൻ ഈ ടോൾ ഗേറ്റിനെതിരാണെന്നും അടിയന്തരമായി ഇതിനകത്ത് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഞാൻ മീണയെ വിളിച്ചപ്പോൾ മീണ രാജസ്ഥാനിലാണ്. ഇപ്പം ഞാൻ മീണയെ വിളിച്ചു, അഷഫ് നെല്ലിക്കുന്നും എന്നെ വിളിച്ചു. അപ്പോൾ MLA ഇപ്പോൾ കുഞ്ഞമ്പൂ വന്നു. അദ്ദേഹം ഇന്ന് പാലക്കാട്ടാണ്. അദ്ദേഹം അടിയന്തരമായി മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീരുമാനം എന്നെ എത്രയും വേഗം അറിയിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പാലക്കാട്ടുണ്ട്. മീണയെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പാണ് വിളിച്ചത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും ഇവിടെ ഈ ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം നടത്താമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. കാരണം ഈ ടോൾ ഗേറ്റാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതുകൊണ്ട് ഈ ടോൾ ഗേറ്റിനെ തടസ്സപ്പെടുത്താൻ ചില കരിങ്കാലികളെ അവർ വാടകയ്ക്ക് എടുക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സ്വാഭാവികമായി അവർക്ക് ചില മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് സംഘടിതമായ ഒരു ജനശക്തിയെ വികേന്ദ്രീകരിക്കാനും വിഘടിപ്പിക്കാനും ചിലർ ബോധപൂർവമായി ശ്രമം നടത്തും. ആ ശ്രമത്തിൽ ചില ആളുകൾ പോയി വീഴും, അവരൊറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാരുടെ ആവശ്യത്തോടൊപ്പം അല്ലാതെ വ്യക്തികളുടെ ആവശ്യത്തോടും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാനാണ് അവർ ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതെങ്കിൽ ഒരു കാരണവശാലും ആരും അവരോടൊപ്പം നിൽക്കില്ല. അവസാനം അവർ ഒറ്റപ്പെടുന്ന കാഴ്ച, ദയനീയമായ കാഴ്ച കാണും. ഇവിടെ ഇപ്പോൾ 2 MLA-മാർ UDF-ൻ്റെ ഉണ്ട്, അതുപോലെ LDF-ൻ്റെ MLA അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശമല്ലെങ്കിൽ പോലും അദ്ദേഹം ഉദുമയിൽ MLA എന്ന നിലയ്ക്കും പണ്ട് മഞ്ചേശ്വരത്തെ MLA ആയതുകൊണ്ടും അദ്ദേഹവും ജനവികാരം മാനിച്ചാണ് ഇവിടെ എത്തിയത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിന് MLA ആണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. MLA-യോടൊപ്പം കാസർഗോഡ് MLA ഉണ്ട്, ഉദുമ MLA ഉണ്ട്, ഞങ്ങൾ MP ഉണ്ട്. അതുകൊണ്ട് അവസാനം ഇത് ഒരു വെടിവെപ്പിലൊക്കെ കലാശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് വെടി കിട്ടുന്നതിന് മുമ്പ് ആദ്യത്തെ വെടി MP-യുടെ നെഞ്ചത്തേ വരൂ, അല്ലാതെ MP-യുടെ മുതുവത്ത് വെടി കൊള്ളുമെന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നമുക്കിപ്പോൾ നാളെ വൈകുന്നേരം ഞാൻ വീണ്ടും ഡൽഹി പോകുന്നുണ്ട്. 6-ാം തീയതി രാവിലെ 10 മണിക്ക് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. നാളെ രാത്രി ഞാൻ ഡൽഹിക്ക് പോകും. മറ്റന്നാൾ 12 മണിയാകുമ്പോൾ എൻ്റെ മീറ്റിംഗ് കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ മോർത്തിൻ്റെ മന്ത്രി ഉണ്ടെങ്കിൽ നിതിൻ ഗഡ്കരിയെ കാണും, അല്ലെങ്കിൽ വെങ്കട്ടരാമനെ കാണും. ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം 6-ാം തീയതി എടുക്കും. തൽക്കാലം വർക്ക് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വർക്ക് നിർത്തിവെക്കണമെന്നില്ല. വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഈ പ്രദേശത്ത് നോക്കണം. ഏതെങ്കിലും വർക്ക് ആരംഭിച്ചാൽ അല്ലെങ്കിൽ പുനരാരംഭിച്ചാൽ അത് തടയാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടുത്തെ MLA-യുടെ പിന്നിൽ അണിനിരന്ന് ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് ആവശ്യമായ പിന്തുണ കൊടുക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായതുകൊണ്ട്
അദ്ദേഹത്തെ മുമ്പിൽ നിർത്തി അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ 2 മറ്റ് MLA-മാരും MP-യും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതിനകത്ത് ജാതിയുടെയോ മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ലാഞ്ചന പോലും ആരും കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വന്നാൽ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിചാരിതമായിട്ടാണ് കുമ്പളയിലൊരു ടോൾ ബൂത്ത് വരുന്നു എന്ന കാര്യം അറിയുന്നത്. ആര് തീരുമാനിച്ചോ എപ്പോൾ തീരുമാനിച്ചോ എന്നത് സംബന്ധിച്ച് ഞങ്ങളത് അറിയില്ല. നേരത്തെ അറിയിച്ചത് നമ്മുടെ ജില്ലയിൽ ചാലുംകാല്, പുലൂർപ്പീര പഞ്ചായത്തിലാണ് ചാലുംകാലാണ് ഇവിടുത്തെ ടോൾ ബൂത്ത്. അപ്പോൾ തലപ്പാടി ചാലും കഴിഞ്ഞാൽ അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ 2 ദിവസമായി ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ടാകുമെന്നും അതിൻ്റെ പണി NHAI ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടത്. ഇത് വന്നപ്പോൾ നാട്ടുകാരും പ്രകോപിതരായി, ഇവിടുത്തെ ജനപ്രതിനിധികളും അത് ശരിയല്ല എന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നലത്തെ ജില്ലാ വികസന സമിതി യോഗത്തിൽ DDC യോഗത്തിൽ അഷ്റഫ് തന്നെ അതിൻ്റെ പ്രമേയം കൊണ്ടുവന്നു. അതിന് മുമ്പ് തന്നെ ഒരു യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ട് നാളത്തെ DDC വെക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ യോഗത്തിൽ ഉണ്ടായിരുന്നത്. നാളെ DDC നമുക്കൊരു പ്രമേയം പാസ്സാക്കാന്ന് പറഞ്ഞാൽ അഷ്റഫ് ഒരു പ്രമേയം കൊണ്ടുവന്നു. എല്ലാ MLA-മാരും അതിനെ പിന്തുണച്ചു. അപ്പോൾ അതിൽ പറഞ്ഞിത്രേ ഉള്ളൂ, ഇപ്പോൾ അങ്ങനെ ഒരു താൽക്കാലികമായ ഒരു ടോൾ ബൂത്ത് കുമ്പളയിൽ ഉണ്ടാക്കാൻ പാടില്ല. താൽക്കാലികമായാലും പെർമനൻ്റ് ആയാലും ടോൾ ബൂത്ത് നേരത്തെ നിശ്ചയിച്ച് അവിടെ തന്നെ ആവണം. അതിൻ്റെ ഇടയിലൊരു ടോൾ ബൂത്ത് ശരിയില്ല. കാരണം അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. ആശുപത്രി, വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾക്കെല്ലാം 2 ടോൾ കൊടുക്കേണ്ടി വരും. കാസർഗോഡ് നിന്ന് 52 കിലോമീറ്റർ ഉള്ളൂ മംഗലാപുരത്തേക്ക്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള 52 കിലോമീറ്റർ 2 ടോൾ ബൂത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അടുത്ത മറ്റേ പണി തീരും, അത് ഒരു 5-6 മാസം കൊണ്ട് പണി തീരാൻ പോകുന്ന കേസ് മാത്രമാണ്. പണി ഉടനെ തീർക്കട്ടെ. ഇനി പണി തീർന്നേ തീർക്കുള്ള ആ ഭാഗം പൂർത്തീകരിച്ച് അവിടെ ടോൾ ബൂത്ത് ഉണ്ടായിക്കോട്ടെ. മറിച്ച് ഇവിടെ ടോൾ ബൂത്ത് എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. അതിനൊരു നിയമ തടസ്സം ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ പാർലമെൻറ്റിൽ MP ഇടപെട്ട് കാര്യങ്ങൾ നിർവഹിക്കട്ടെ. ഇത് പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. MP-യാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. നമുക്ക് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമൊന്നും നോക്കണ്ട. ഇത് ശരിയല്ല എന്നുള്ള ഒരു പൊതു നിലപാട് എല്ലാവർക്കും ഉണ്ട്. ആ നിലപാടിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയിക്കാൻ. ഇവിടെ നമ്മുടെ MP-യും ഉദുമ MLA-യും കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ ഇന്നലെ ജില്ലാ വികസന സമിതി യോഗമുണ്ടായിരുന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഉന്നയിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ ജില്ലയിലെ മുഴുവൻ MLA-മാരും 5 MLA-മാരും ഒന്നിച്ച് നിന്നു. ഈ ടോൾ ബൂത്ത്, ഈ ടോൾ ഗേറ്റ് ഇവിടെ പാടില്ല എന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഇപ്പോൾ ബഹുമാനിയായ MP ഇവിടെ നമ്മുടെ ഗഡ്കരിയുടെ ഒരു പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞു. ആ പ്രസ്താവന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. MP അതിവിടെ വിശദീകരിച്ചു. 60 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് അല്ലാതെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് പാടില്ല എന്നതാണ് നിയമം. ഇപ്പോൾ പറയുന്നത് പെരിയയിൽ അത് നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് താൽക്കാലിക മാത്രമാണെന്നാണ് പറയുന്നത്. ഈ താൽക്കാലിക ബൂത്ത് എടുത്തു കളയുമെന്നാണ് പറഞ്ഞത്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ പിന്നെ ഇത് റിമൂവ് ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനെ തടസ്സപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ബഹുമാനിയായ MP-യും ഞങ്ങൾ 3 MLA-മാർ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ മഞ്ചേശ്വരം MLA-യാണ് ഈ സമരത്തിന് നേതൃത്വം നൽകേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സാധാരണ നമ്മൾ ഈ അണ്ടർപാസൊക്കെ ആവശ്യപ്പെടുമ്പോൾ NHAIയുടെ ആളുകൾ പറയുന്നത് ഒരിക്കൽ റോഡ് നിർമ്മിച്ച് അത് ഒരിക്കലും പൊളിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ നിർമ്മിച്ച റോഡ് പൊളിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ തോന്നിയാസം ചെയ്യാൻ വേണ്ടി എന്തും അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താൻ നമ്മൾ ആരും അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയാൻ. നിരവധി പ്രശ്നങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളാണ് എൻ്റെ കൂടെയുള്ള 2 MLA-മാരും MP-യും. കൂടാതെ തൃക്കരിപ്പൂർ MLA-യും കാഞ്ഞങ്ങാട് MLA-യും ഇന്നലെ ഞാനിത് DDC-യിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വളരെ ശക്തമായി ഇത് പറഞ്ഞതാണ്. നമ്മൾ ഉന്നയിക്കുന്നൊരു കാര്യം, ഇതിനു വേണ്ടി സർവകക്ഷിയിൽ ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ ഈ സമരമുഖത്തേക്ക് പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോൾ ബൂത്ത് ഒരു കാരണവശാലും ഇവിടെ വരാൻ അനുവദിക്കില്ല. ഒറ്റക്കെട്ടായി ഈ നാട് ചെറുത്തും തോൽപ്പിക്കുമെന്നാണ്, അതാണ് അതിൻ്റെ സൂചനയാണ് ഇന്നുള്ളത്.